ഹലോ, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ നമ്മൾ ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ അതുപോലെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കുക. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്നൊരു ലിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും മുട്ടയും കൂടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വേവുകയോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. നമ്മുടെ മുട്ടയൊക്കെ തിളച്ച് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സമയം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുക്കേണ്ടതുണ്ട്. മുളക് പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ കുഴച്ചെടുക്കുന്നത് ആ ഒരു മസാല. പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം വെള്ളമായി പോവും വേണ്ട, എന്നാലോ കുറച്ച് ലൂസാവും വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ മസാല കൂട്ടിയിട്ട്. അപ്പം നമ്മുടെ മുട്ട പുഴുങ്ങി നമ്മൾ ഈ ഒരു തോടൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് ആദ്യം തോട് പൊളിച്ചതിന് ശേഷം നല്ല ചൂടുമുണ്ട്, ഒന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് നടുകെ പിളർത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത ശേഷം നമ്മളിതാ നടു പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണി സെൻട്രലാക്കിയിട്ട് വേണം നടു മുറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു മസാല ഇതിലെ മുട്ടയുടെ മുകളിൽ നന്നായിട്ട് പുരട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാന് ഗ്യാസ് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഓരോ മുട്ട കഷ്ണം നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. മാക്സിമം അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് കഴിയുന്നത്ര നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ മുട്ട ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞ ശേഷം നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 1, 2, 3 പ്രാവശ്യം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അല്പം കൂടെ കറിവേപ്പിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളിതൊന്ന് റോസ്റ്റായി നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്കിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇതിലേക്ക് നമ്മളിങ്ങനെ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട പുഴുങ്ങി അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ്. നമ്മളിതിന് കരിവേപ്പിൻ്റെലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.